വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വാസിഷ്ഠസുധ ഓഡിയോ ബുക്ക് തുടരുന്നു. നിർവാണ പ്രകരണം, സർഗം ശിഖിധ്വജോപാഖ്യാനം, പേജ് 379, ശ്ലോകം 311. സന്തോ വിദിതവേദ്യോ യേ തേഹി ഹർഷവിഷാദജാം നാശ്രയന്തി സ്ഥിതിം സ്വസ്ഥാഃ പദ്മാ ഇവ ജലാർദ്രതാം. വെള്ളത്തിൽ തന്നെ കിടക്കുന്ന താമര വെള്ളം തട്ടി കുതിർന്നു പോകാറില്ല. അതുപോലെ അറിയേണ്ടതറിഞ്ഞവർ ഹർഷവിഷാദങ്ങൾക്ക് വഴങ്ങി ഈ ലോകത്ത് ഒരിക്കലും സ്വസ്ഥിതി നഷ്ടപ്പെടുത്താറില്ല. വസിഷ്ഠൻ പറഞ്ഞു. രാജാവ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുംഭൻ ഇരിപ്പിടത്തിൽ നിന്നും ചലിക്കാതെ വിഷണ്ണഭാവത്തോടെ ഉണങ്ങിയ മുളയിൽ നിന്നും പുറപ്പെടുന്നത് പോലുള്ള ശബ്ദത്തിൽ ഇങ്ങനെ മറുപടി നൽകി. കുംഭൻ പറഞ്ഞു, സമചിത്തത നഷ്ടപ്പെടാതെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അവസ്ഥാമാറ്റങ്ങൾക്ക് ആരു വഴങ്ങുന്നില്ലയോ അവർ തത്വമറിഞ്ഞവരല്ല, ഷഠന്മാരാണ്. ഒരിക്കൽ കൂടി വായിക്കാം. കുംഭൻ പറഞ്ഞു, സമചിത്തത നഷ്ടപ്പെടാതെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അവസ്ഥാമാറ്റങ്ങൾക്ക് ആരു വഴങ്ങുന്നില്ലയോ അവർ തത്വമറിഞ്ഞവരല്ല, ഷഠന്മാരാണ്. രാജാവേ, തത്വമറിയാത്ത മൂഢന്മാർ കുട്ടികളെപ്പോലെ അപ്പോഴപ്പോൾ വന്നുചേരുന്ന അവസ്ഥാഭേദങ്ങളിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നു. തത്വമറിഞ്ഞവർ ധീരമായി അവയെ നേരിടുന്നു. മുന്നൂറ്റി ശ്ലോകം. യാവത്തിലം തഥാ തൈലം യാവദ്ദേഹം തഥാ ദശ യോ ന ദേഹദശാമേതി സച്ഛിന്നത്യസിനാംബരം. യഥാ യാവത് തിലം തൈലം, എപ്രകാരമാണോ എള്ളായിരിക്കുന്നിടത്തോളം അതിൽ തൈലമുണ്ടായിരിക്കുന്നത്, തഥാ യാവത് ദേഹം തഥാ ദശ, അതുപോലെ ദേഹമുണ്ടായിരിക്കുന്നിടത്തോളം അവസ്ഥാഭേദങ്ങളും വന്നു ചേരും. യഹ ദേഹദശാം ന ഏതി, ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾക്ക് വഴങ്ങാത്തവൻ അസിന അംബരാച്ഛിന്നത്തി, വാളുകൊണ്ട് ആകാശം മുറിക്കുന്നവനാണ്. എപ്രകാരമാണോ എള്ളായിരിക്കുന്നിടത്തോളം അതിൽ തൈലമുണ്ടായിരിക്കുന്നത്, അതുപോലെ ദേഹമുണ്ടായിരിക്കുന്നിടത്തോളം അവസ്ഥാഭേദങ്ങളും വന്നു ചേരും. ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾക്ക് വഴങ്ങാത്തവൻ വാളുകൊണ്ട് ആകാശം മുറിക്കുന്നവനാണ്. സച്ഛിന്നത്യസിനാംബരം, ദേഹവും ജഗത്തും ജഡമാണ്, പരസ്പര ബദ്ധമാണ്. ദേഹത്തിൻ്റെ അവസ്ഥാഭേദം ജഗത്തിനെയും ജഗത്തിൻ്റെ അവസ്ഥാഭേദം ദേഹത്തെയും ബാധിക്കുന്നതായി തോന്നും. ജഡം നിയമേന നിരന്തര വികാരിയാണ്. ജനിക്കുക, നിലനിൽക്കുക, വളരുക, രൂപം മാറുക, ക്ഷയിക്കുക, നശിക്കുക, ഈ 6 വികാരങ്ങളും ജഡസ്വഭാവങ്ങളായ അവസ്ഥാഭേദങ്ങളാണ്. ഏതു ജഡരൂപത്തിനും ഇവ സംഭവിച്ചേ പറ്റൂ. ദേഹം ജഡമായതുകൊണ്ട് ഏതു ജീവൻ മുക്തൻ്റെ ദേഹത്തിനും ഈ അവസ്ഥാഭേദങ്ങൾ ബാധകമാണ്. ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ മാറ്റിയെടുക്കുകയല്ല സത്യദർശനം. ഒരിക്കൽ കൂടി വായിക്കാം. ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ മാറ്റിയെടുക്കുകയല്ല സത്യദർശനം. ഞാൻ ദേഹമല്ല, നിത്യമുക്തമായ ആത്മാവാണ് അഥവാ ശുദ്ധബോധമാണ് എന്ന് വേർതിരിച്ചനുഭവിക്കുന്നതാണ് സത്യദർശനം. അപ്പോൾ ഒരു ജീവൻ മുക്തന് തൻ്റെ ദേഹത്തിന് എന്തു സംഭവിച്ചാലും ഒന്നുമില്ല. ദേഹമിരുന്നാലും നിന്നാലും തറയിൽ കിടന്നു പിടഞ്ഞാലും ചീഞ്ഞളിഞ്ഞാലും താൻ ദേഹമാണെന്നുള്ള ഭ്രമം അദ്ദേഹത്തിനില്ല. ചിലപ്പോൾ അവസ്ഥാഭേദങ്ങൾക്കനുസരണമായി കരച്ചിലോ കണ്ണുനീരോ പിടച്ചിലോ ഒക്കെ സംഭവിച്ചു എന്നു വരാം. അവസ്ഥാഭേദങ്ങൾക്കനുസരണമായി കരച്ചിലോ കണ്ണുനീരോ പിടച്ചിലോ ഒക്കെ സംഭവിച്ചു എന്ന് വരാം. അപ്പോഴൊക്കെ ഇവ ദേഹജഡത്തിൻ്റെ വൈകൃതങ്ങൾ,
നിത്യമുക്തനായ എനിക്ക് ഇതുകൊണ്ടൊന്നും ഒരു കേടുമില്ലെന്ന് അദ്ദേഹം ഉള്ളിൽ വ്യക്തമായി അനുഭവിക്കുന്നുണ്ടാവും. ഇതാണ് തത്വസ്ഥിതി. കുംഭൻ തുടർന്നു, അപ്പോൾ ജഡത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളിൽ നിന്നും മുക്തനാകുന്നത് എങ്ങനെയാണ്? മനസ്സിൻ്റെ സമനിലയാണ് മുക്തി, അല്ലാതെ ദേഹത്തിൻ്റെയോ കർമ്മേന്ദ്രിയങ്ങളുടെയോ സമസ്ഥിതി അല്ല. മനസ്സിൻ്റെ സമസ്ഥിതി ഉറച്ച മനസ്സിൻ്റെ സമസ്ഥിതി ഉറച്ച സത്യബോധം കൊണ്ടുവന്ന് ചേരേണ്ടതുമാണ്. മനസ്സിൻ്റെ സമസ്ഥിതി ഉറച്ച സത്യബോധം കൊണ്ട് വന്നു ചേരേണ്ടതുമാണ്. ഞാൻ ജഡദേഹമല്ല, ആനന്ദഘനമായ ബോധമാണ് എന്ന അനുഭവമാണ് സത്യബോധം. ഒരു സത്യനിഷ്ഠൻ ആചാരമനുസരിച്ച് മാറിവരുന്ന ദേഹദശകളെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അനുസരിക്കുന്നു, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടല്ല. ഒരു സത്യനിഷ്ഠൻ ആചാരമനുസരിച്ച് മാറിവരുന്ന ദേഹദശകളെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അനുസരിക്കുന്നു, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടല്ല. ബ്രഹ്മാവ് മുതൽ സത്യമറിഞ്ഞിട്ടുള്ള എല്ലാവരും ദേഹദശകളെ പിന്തുടർന്നു തന്നെ വ്യവഹരിക്കുന്നു. ഇത് നിയതിയുടെ നിയമമാണ്. അതിനു വഴങ്ങാതെ ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല. 313 ശ്ലോകം. അജ്ഞതത്വജ്ഞഭൂതാനി ദൃശ്യജാതമിദം ഹിയത് തത്സർവമേവ നിയതിം ധാവത്യംബുയഥാംബുധിം. അജ്ഞന്മാരും തത്വജ്ഞന്മാരും അടങ്ങുന്നതാണ് ദൃശ്യപ്രപഞ്ചം. അത് മുഴുവൻ സദാ ജലം സമുദ്രത്തെ അനുഗമിക്കുന്നത് പോലെ നിയതിയെ അനുഗമിക്കുന്നു. വ്യക്തമായ ജഡബോധ നിയമം ഉൾപ്പെട്ടതാണ് നിയതി. 6 വികാരങ്ങളോടുകൂടിയ നിരന്തര പരിണാമിയാണ് ജഡം എന്നതാണ് ജഡനിയമം. ആനന്ദഘനവും നിത്യനിർവികാരവുമാണ് ബോധം എന്നതാണ് ബോധനിയമം. ഈ 2 നിയമങ്ങളും ഉൾപ്പെട്ട നിയതിയെ വേർതിരിച്ചറിയുന്നയാളാണ് ജ്ഞാനി. വേർതിരിച്ചറിയാത്തയാൾ അജ്ഞൻ. ദേഹമുള്ളിടത്തോളം ജ്ഞാനി അലംഘനീയയായ ഈ നിയതിയെ മനസ്സിൻ്റെ സമനില കൊണ്ടും കൈ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളുടെ ചലനം കൊണ്ടും അനുസരിക്കുന്നു. ദേഹമുള്ളിടത്തോളം ജ്ഞാനി അലംഘനീയമായ ഈ നിയതിയെ മനസ്സിൻ്റെ സമനില കൊണ്ടും കൈ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളുടെ ചലനം കൊണ്ടും അനുസരിക്കുന്നു. അജ്ഞന്മാരാകട്ടെ സുഖദുഃഖങ്ങളിൽ സദാ ക്ഷോഭിച്ചിളകി തളർന്നവശരായി അലംഘനീയയായ ഈ നിയതിയെ ലക്ഷക്കണക്കിന് ദേഹങ്ങൾ മാറി മാറി അംഗീകരിച്ച് അനുസരിക്കുന്നു. ഇതാണ് ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള ഭേദം. അജ്ഞന്മാരാകട്ടെ സുഖദുഃഖങ്ങളിൽ സദാ ക്ഷോഭിച്ചിളകി തളർന്നവശരായി അലംഘനീയയായ ഈ നിയതിയെ ലക്ഷക്കണക്കിന് ദേഹങ്ങൾ മാറി മാറി അംഗീകരിച്ച് അനുസരിക്കുന്നു. ഇതാണ് ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള ഭേദം. ശിഖിധ്വജൻ ചോദിച്ചു, വസ്തുത ഇതാണെങ്കിൽ ഭാഗ്യശാലിയായ അങ്ങേക്ക് ഈ വ്യാകുലത എങ്ങനെ വന്നു ചേർന്നു? അറിയേണ്ടതറിഞ്ഞ ദേവനല്ലേ അങ്ങ്? എന്നോട് പറയൂ. കുംഭൻ പറഞ്ഞു, സ്വർഗത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവം വ്യക്തമായി ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. സുഹൃത്തുമായി പങ്കുവയ്ക്കുന്ന ദുഃഖം കുറഞ്ഞു കിട്ടുമെന്ന് തീർച്ച. അച്ഛനോടൊപ്പം ഞാനും ദേവസദസ്സിൽ പങ്കുകൊണ്ട് സഭ പിരിഞ്ഞപ്പോൾ പിതാവ് എന്നെ പൊയ്ക്കൊള്ളാൻ അനുവദിച്ചു. ഇവിടെ എത്തിച്ചേരാനുള്ള തിടുക്കത്തിൽ സ്വർഗം വിട്ട് ഞാൻ ആകാശത്തേക്കുയർന്നു. സൂര്യൻ്റെ കതിരുകളോടൊപ്പം ഞാനും വായുമാർഗത്തെ അനുഗമിച്ചു. ഒരിടത്തെത്തിയപ്പോൾ സൂര്യൻ മറ്റൊരു വഴിക്ക് തിരിഞ്ഞുപോയി. ഞാൻ സമുദ്രത്തെ ലക്ഷ്യമാക്കി താഴോട്ടിറങ്ങി വന്ന് കുറേ കാർമേഘ പടലങ്ങളുടെ ഇടയ്ക്കകപ്പെട്ടു. അവിടെ വച്ച് എൻ്റെ നേർക്കു വരുന്ന ദുർവാസാവ് മുനിയെ കാണാനിടയായി. ദിഗംബരനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. ആകാശത്തിൽ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. നമസ്കരിച്ചാണ് ചോദിച്ചത്, മുനെ, ദിഗംബരനായ അങ്ങ് ഒരു അഭിസാരികയെപ്പോലെ കാണപ്പെടുന്നല്ലോ. ഇതു കേട്ട ഉടൻ തന്നെ കോപാകുലനായി അദ്ദേഹം എന്നെ ശപിച്ചു. ഈ വേണ്ടാത്തത് പറഞ്ഞതുകൊണ്ട് നീ രാത്രിതോറും സ്തനകേശങ്ങളോടുകൂടി ഹാവഭാവ വികാരങ്ങളോടുകൂടി ഒരു സ്ത്രീയായി ഭവിക്കും. ആ വൃദ്ധ താപസനിൽ നിന്നും ഉതിർന്ന അശുഭമായ ശാപവചസ്സു കേട്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് അദ്ദേഹം മറയുകയും ചെയ്തു. ഇങ്ങനെ വ്യാകുല ഹൃദയനായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സ്ത്രീരൂപം ധരിച്ച് ഞാൻ എങ്ങനെ കഴിഞ്ഞുകൂട്ടും?
ഗുരുക്കന്മാർ, ദേവന്മാർ, ബ്രാഹ്മണർ ഇവരുടെയൊക്കെ മുൻപിൽ സ്ത്രീരൂപം കൊണ്ട് ലജ്ജാപരവശയായി രാത്രികാലങ്ങളിൽ വർത്തിക്കുന്നതെങ്ങനെ? ശിഖിധ്വജൻ പറഞ്ഞു, ദേവപുത്ര, വിലപിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? വരേണ്ടത് വന്നു പോകട്ടെ. ആത്മാവിന് ദേഹവുമായി ബന്ധമില്ലല്ലോ. വേദാന്ത സത്യമറിയുന്ന അല്ലയോ മഹാത്മാവേ, ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്ത വിദ്വാനായ അങ്ങുപോലും ഇപ്രകാരം ദുഃഖവിധേയനാകുന്നുവെങ്കിൽ സാധാരണക്കാരായ മറ്റുള്ളവരുടെ കഥ എന്തായിരിക്കും? വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ് അവർ അന്യോന്യം ആശ്വസിപ്പിച്ചു. ദുഃഖിതരായ രണ്ടുറ്റ സുഹൃത്തുക്കളെപ്പോലെ അവർ ആ കാട്ടിൽ കഴിഞ്ഞു. തുടർന്ന് ലോകത്തിൻ്റെ മുഴുവൻ വിളക്കായ സൂര്യഭഗവാൻ എണ്ണ പറ്റിയ ദീപം പോലെ കുംഭന് സ്ത്രീത്വം നൽകാനാണോ എന്ന് തോന്നുമാറ് അസ്തമന പർവ്വതത്തെ പ്രാപിച്ചു. രണ്ട് സുഹൃത്തുക്കളും എണീറ്റ് സന്ധ്യാനിയമങ്ങൾ അനുഷ്ഠിച്ച് ഉദിച്ചുവരുന്ന ചന്ദ്രഭഗവാനെ വണങ്ങി. എന്നിട്ട് ഒരു വള്ളിക്കുടിലിനകത്തിരുന്ന് ജപം ആരംഭിച്ചു. ക്രമേണ കുംഭൻ്റെ ദേഹം സ്ത്രീരൂപം കൈക്കൊള്ളാൻ തുടങ്ങി. കുംഭൻ മുമ്പിലിരുന്ന ശിഖിധ്വജനോട് തൊണ്ടയിടറി ഇങ്ങനെ പറഞ്ഞു, രാജാവേ, എൻ്റെ ദേഹം വീഴുന്നത് പോലെ തോന്നുന്നു. ദേഹം മുഴുവൻ വല്ലാതെ തരിക്കുന്നു, ഉരുകുന്നു. ലജ്ജയോടുകൂടി ഈ വനത്തിൽ ഞാനിതാ സ്ത്രീത്വം പ്രാപിക്കുന്നു. ഇതാ നോക്കൂ, എനിക്ക് തലമുടി വളരുന്നു. മാർവിടത്തിൽ ഇതാ സ്തനങ്ങൾ മുളയ്ക്കുന്നു. ഉപ്പൂറ്റി വരെ നീണ്ടുകിടക്കുന്ന വസ്ത്രങ്ങൾ വന്നു ചേരുന്നു. അനുഭവത്തിൽ നിതംബവും ജഗനവും ഉണ്ടായതായി തോന്നുന്നു. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കുംഭൻ കാട്ടുമധ്യത്തിൽ ഖിന്നനായി ഭവിച്ചു. രാജാവും കുംഭൻ്റെ സ്ത്രീരൂപം കണ്ട് ഖിന്നനായി ഇങ്ങനെ അരുളി ചെയ്തു, മഹാത്മൻ, അറിയേണ്ടതറിഞ്ഞത് ആളല്ലേ അങ്ങ്. നിയതി അലംഘനീയമാണെന്നറിഞ്ഞുകൂടെ? സംഭവിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഖേദമുപേക്ഷിക്കൂ. പരിഹരിക്കാൻ കഴിയാത്ത കാര്യത്തിൽ ദുഃഖിച്ചിട്ടെന്തു ഫലം? കുംഭൻ പറഞ്ഞു, രാജാവേ, അങ്ങു പറഞ്ഞതു വാസ്തവം. സ്ത്രീത്വം ഞാൻ ദുഃഖമില്ലാതെ അംഗീകരിക്കുന്നു. നിയതിയെ ലംഘിക്കാൻ ആർക്കു കഴിയും? ഇങ്ങനെ തീരുമാനിച്ച് അവർ രണ്ടുപേരും ദുഃഖം വെടിഞ്ഞു. രാത്രി മുഴുവൻ നിർവികാരതയോടെ ഒരേ കിടക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. പ്രഭാതമായതോടെ കുംഭൻ യൗവനം നിറഞ്ഞ് നിന്ന സ്ത്രീരൂപം വെടിഞ്ഞു. സ്ഥലങ്ങളെല്ലാം പോയി മറഞ്ഞ കുംഭൻ പഴയ കുംഭനായി ഭവിച്ചു. ഇപ്രകാരം കുലാംഗനയായ ചൂടാല ഭർത്താവിനൊപ്പം പകൽ കുംഭനായും രാത്രി യൗവനയുക്തയായ സ്ത്രീയായും ദിവസങ്ങൾ നയിച്ചു. രാത്രി കുമാരീരൂപം ധരിച്ച് രാജാവുമായി കഴിച്ചു. പകൽ ഭർത്താവായ സുഹൃത്തിനോടൊപ്പം കുംഭരൂപധരനായി വിഹരിച്ചു. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുംഭരൂപം ധരിച്ച ചൂടാല ഒരു ദിവസം ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സുന്ദരമൂർത്തിയായ രാജാവേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഓരോ ദിവസവും രാത്രി തോറും ഞാനൊരു അങ്കനയായി മാറുകയാണ്. ആ നിലയ്ക്ക് എൻ്റെ അങ്കനാരൂപം സഫലമാക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു ഭർത്താവിനെ എന്നെ വിവാഹം കഴിച്ചു നൽകാൻ ഞാൻ തീരുമാനിച്ചു. 3 ലോകത്തും എനിക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവ് അങ്ങാണ്. എന്നെ വിവാഹം കഴിക്കൂ. രാത്രി തോറും ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. ശിഖിധ്വജൻ പറഞ്ഞു, മഹാബുദ്ധേ, അങ്ങയുടെ ഇഷ്ടം നടന്നതായി കരുതിക്കോളൂ. സഖേ, എനിക്കൊന്നിലും ശുഭമെന്നോ അശുഭമെന്നോ വേർതിരിവില്ല. അങ്ങെന്താഗ്രഹിക്കുന്നുവോ അത് നടത്തൂ. കുംഭൻ പറഞ്ഞു, മഹീപതേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെയാണ് പറ്റിയ മുഹൂർത്തം. ശ്രാവണമാസത്തിലെ പൂർണിമയുടെ തലേ ദിവസമാണിന്ന്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം ഗണിച്ചു വന്നു. രാത്രി പൂർണ്ണ കലാനിധിയായ ചന്ദ്രൻ ഉദിച്ചുയരും. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഇന്നു തന്നെ നടക്കും. വിവാഹത്തിനായി തയ്യാറാവൂ. എഴുന്നേൽക്കൂ. രത്നങ്ങളോടൊപ്പം ചന്ദനം, പുഷ്പം തുടങ്ങിയവയെല്ലാം ശേഖരിക്കണം. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കുംഭൻ രാജാവിനോടൊപ്പം എഴുന്നേറ്റു. പൂക്കളും രത്നങ്ങളും മറ്റും ശേഖരിക്കാൻ തുടങ്ങി. സ്വർണമയമായ ഒരു കൂടയിൽ വിവാഹത്തിനു വേണ്ട എല്ലാ സാധനങ്ങളും ശേഖരിച്ചു. 2 സുഹൃത്തുക്കളും ഗംഗയിൽ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് ദേവന്മാരെയും പിതൃക്കളെയും മുനിമാരെയും പൂജിച്ചു. ക്രിയാഫലത്തിൽ താൽപ്പര്യമില്ലാത്തതുപോലെ തന്നെ അവർക്ക് ക്രിയാത്യാഗത്തിലും താൽപ്പര്യമില്ല. കൽപ്പവൃക്ഷത്തിൽ നിന്നും കിട്ടിയ വെളുത്ത പട്ടുകൾ ധരിച്ച് കായികനികളും ഭക്ഷിച്ച് വിവാഹത്തിനായി നിശ്ചയിച്ച സ്ഥാനത്ത് അവർ എത്തിച്ചേർന്നു. അപ്പോഴേക്കും സൂര്യനും അസ്താചലം പ്രാപിച്ചു. സന്ധ്യാവന്ദനം കഴിഞ്ഞതോടെ കുംഭൻ വധുവായി മാറി. ശിഖിധ്വജനോട് അവൾ പറഞ്ഞു, നാഥ, എന്നെ ആഭരണങ്ങൾ അണിയിക്കൂ. അതു കഴിഞ്ഞ് അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിദേവനെ സാക്ഷിയാക്കി എന്നെ ഗ്രഹിക്കൂ. എൻ്റെ പാണി ഗ്രഹിക്കൂ. സുന്ദരനായ രാജാവേ, ഇന്നു മുതൽ മദനിക എന്ന പേരിൽ ഞാൻ അങ്ങയുടെ പ്രിയതമയാണ്. ഇങ്ങനെ മദനിക പറഞ്ഞതെല്ലാം രാജാവ് നിർവഹിച്ചു. മഹേന്ദ്രപർവ്വത ഗുഹയിൽ കുംഭനും ശിഖിധ്വജനും സ്വയം വിവാഹിതരായി ഇഷ്ടദമ്പതികളായി ഭവിച്ചു. വനരാജിയിൽ അവർ ദിവസവും ഉല്ലാസമായി കഴിഞ്ഞു. വിചിത്രവും കായ്കളെക്കൊണ്ട് നിറഞ്ഞതും പൂക്കളും തളിരുകളും കൊണ്ട് ശോഭിക്കുന്നതുമായ സുന്ദര വനപ്രദേശം
3 ദിവസത്തിലൊരിക്കൽ ശിഖിധ്വജൻ നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ചൂടാല കൊട്ടാരത്തിൽ രാജ്യകാര്യങ്ങൾ ശരിപ്പെടുത്തിയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴേക്കും കുംഭരൂപിണിയായ ചൂടാല ചിന്തിച്ചു, അതിരറ്റ ഭോഗസാമഗ്രികളിലൂടെ ഞാൻ ഭർത്താവിനെ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ലോകഭോഗങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പറ്റിക്കൂടുന്നുണ്ടോ എന്നറിയണമല്ലോ. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ ചിന്തിച്ച ചൂടാല ഭർത്താവും ഒരുമിച്ച് വനപ്രദേശത്തൊരിടത്തെത്തി. ദേവന്മാരോടും അപ്സരസ്സുകളോടും കൂടി അവിടെ വന്ന് നിൽക്കുന്ന ദേവേന്ദ്രനെ രാജാവിന് കാണിച്ചു കൊടുത്തു. പരിവാര സമേതനായി ഇന്ദ്രൻ വന്നു നിൽക്കുന്നത് കണ്ട് ശിഖിധ്വജൻ അവരെ വേണ്ട പോലെ പൂജിച്ചു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഹേ ദേവരാജ, ഞങ്ങളെ കാണാൻ ഇത്ര ദൂരം വരെ ഇങ്ങോട്ട് വന്ന് ക്ലേശിച്ചത് എന്തിനാണ്? അത് വെളിപ്പെടുത്താൻ കാരുണ്യമുണ്ടാവണം. ഇന്ദ്രൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഗുണാതിശയം കേട്ടറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കാട്ടിലുള്ള പക്ഷികൾ ദേഹത്ത് കെട്ടിയിരിക്കുന്ന നൂലിൽ കൂടി പിടിച്ചടുപ്പിക്കുന്നത് പോലെ എന്ന് എണീക്കൂ, സ്വർഗത്തേക്ക് വരൂ. അവിടെ എല്ലാവരും അങ്ങയെ കാണാൻ കാത്തിരിക്കുന്നു. ദേവസുന്ദരിമാരെല്ലാം അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ട് ആശ്ചര്യപ്പെട്ട് കഴിയുകയാണ്. ജീവൻ മുക്തനായ അങ്ങ് കൽപ്പാവസാനം വരെ സ്വർഗലോക സുഖങ്ങൾ യഥേച്ഛം അനുഭവിച്ച് അവിടെ വസിച്ചാലും അങ്ങയെ അങ്ങോട്ട് ക്ഷണിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ശിഖിധ്വജൻ പറഞ്ഞു, ഹേ ദേവാധിനായക, സ്വർഗസുഖങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ എനിക്ക് എല്ലായിടത്തും സ്വർഗമാണ്. എൻ്റെ സ്വർഗം ഒരു പ്രത്യേക സ്ഥലത്ത് നിയതമല്ല. പ്രഭു, ഞാൻ സർവത്ര സന്തോഷിക്കുന്നു, സർവത്ര രമിക്കുന്നു. പ്രത്യേകം ഒരാഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ആനന്ദം മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേകമായി ഏർപ്പെടുത്തിയിരിക്കുന്ന സുഖമൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം അങ്ങയുടെ ആജ്ഞ അനുസരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. വസിഷ്ഠൻ പറഞ്ഞു. ശിഖിധ്വജൻ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞതോടെ ദേവസമൂഹം മുഴുവൻ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. ആ മായയെ ശമിപ്പിച്ചിട്ട് ചൂടാല ചിന്തിച്ചു. ഭാഗ്യം കൊണ്ട് ഭർത്താവ് ഭോഗേച്ഛയാൽ അല്പം പോലും പ്രലോഭിതനാകുന്നില്ല. ശാന്തനും സമചിത്തനുമാണ് അദ്ദേഹം. ഇങ്ങനെ ഇന്ദ്രൻ അടുത്തു വന്നിട്ടും ഒരു സംഭ്രമവും കൂടാതെ ലീലയായി അദ്ദേഹത്തോട് പെരുമാറി. ഇനിയും അദ്ദേഹത്തെ ചില പ്രപഞ്ചനങ്ങളിൽ കൂടി പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ബുദ്ധിയെ പ്രക്ഷുബ്ധമാക്കാനുള്ള ചില രാഗദ്വേഷ സന്ദർഭങ്ങളിൽ കൂടി. ചൂടാല ഇങ്ങനെ ചിന്തിച്ചുറച്ചു. നേരം സന്ധ്യയായി. വനത്തിൽ ചന്ദ്രൻ ഉദിച്ചുയർന്നു. ശിഖിധ്വജൻ നദിയുടെ കരയിൽ സന്ധ്യാവന്ദനം കഴിഞ്ഞ് ജപത്തിൽ മുഴുകിയിരിക്കുകയാണ്. ചൂടാല തീരുമാനിച്ചുറച്ചുകൊണ്ട് പൂങ്കുലകളെ കൊണ്ട് ഇടതിങ്ങി മറയ്ക്കപ്പെട്ടിരുന്നതും വനദേവതമാരുടെ ആവാസസ്ഥാനവുമായ ഒരു അന്തഃപുരത്തിലേക്ക് കടന്നു. അവിടെ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച ഒരു പൂമെത്ത സങ്കല്പിച്ചുണ്ടെന്ന് തോന്നിച്ച ഒരു പ്രിയതമനെ ആലിംഗനം ചെയ്തുകൊണ്ട് അതിൽ ശയിച്ചു. ശിഖിധ്വജൻ ജപം കഴിഞ്ഞ് തിരിച്ചുവന്ന് ഭാര്യയെ അന്വേഷിച്ചു. വള്ളിക്കുടലിൽ അകത്ത് ചെന്നു നോക്കി. പുഞ്ചിരി തൂകിക്കൊണ്ട് ആലിംഗനബദ്ധരായി കിടക്കുന്ന ഇണകളെയാണ് അദ്ദേഹം കണ്ടത്. ഒരു വികാരവും കൂടാതെ മനസ്സുകൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു. കുട്ടികൾ അതിയായ സുഖമനുഭവിക്കുന്നു. കുട്ടികളെ ഇഷ്ടം പോലെ സുഖിക്കുവാൻ ഒട്ടും പരിഭ്രമിക്കേണ്ട, സുഖാനുഭവത്തിന് വിഘ്നം വരുത്തുകയും വേണ്ട എന്നു പറഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടു. അല്പം കഴിഞ്ഞ് ചൂടാല അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. രതിക്രീഡയിൽ ആകുലമായ ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ചെന്നത്. ഹേമശിലാതലത്തിൽ ശാന്തനായി വിരാജിക്കുന്ന ഭർത്താവിനെ കണ്ടു. കണ്ണൽപ്പം തുറന്ന് സമാധിയിലാണ്ടിരിക്കുകയാണ് അദ്ദേഹം. മദനിക അവിടെയെത്തി ലജ്ജ കൊണ്ട് മുഖം കുനിച്ച് നിലയായി. കുറച്ചുനേരം ദുഃഖിതയായി മ്ലാനവദനയായി അവിടെ അങ്ങനെ നിന്നു. അല്പം കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്ന ശിഖിധ്വജൻ മദനികയോട് പറഞ്ഞു. ക്ഷോഭലേശമില്ലാത്ത പ്രസന്ന മധുര സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഹേ സുന്ദരി, ആനന്ദം അനുഭവിച്ചു കൊണ്ടിരുന്ന നിനക്ക് പെട്ടെന്ന് എന്നിൽ നിന്നും തടസ്സം വല്ലതും ഉണ്ടായോ? പ്രേമവിലാസങ്ങൾക്ക് കാമുകനെ വീണ്ടും പോയി സന്തോഷിപ്പിക്കൂ. ഈ ലോകത്ത് പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ കഴിയുന്നത് അപൂർവമാണ്. മദനിക പറഞ്ഞു. മഹാത്മൻ, ഇതിങ്ങനെയാണ്. സ്ത്രീ സ്വഭാവം അത്യന്ത ചഞ്ചലമാണ്. സ്ത്രീകളിൽ കാമം പുരുഷന്മാരെക്കാൾ 8 ഇരട്ടിയാണ്. അതുകൊണ്ട് ദയവായി എന്നോട് കോപിക്കരുത്. അബലയും ബാലയും മൂഢനുമായ ഞാൻ അപരാധിനി തന്നെ. നാഥ, എന്നോട് ക്ഷമിക്കണം. സജ്ജനങ്ങൾ ക്ഷമാശീലരാണല്ലോ. ശിഖിധ്വജൻ പറഞ്ഞു. കുട്ടി, ആകാശത്തിൽ വൃക്ഷമെന്ന പോലെ കോപം എനിക്കില്ലേയില്ല. എന്നാൽ നിന്റെ കർമ്മം സജ്ജന നിന്ദ്യമായതുകൊണ്ട് നിന്നെ ഞാനിനി ഭാര്യാപദത്തിൽ അംഗീകരിക്കുന്നില്ല. വസിഷ്ഠൻ പറഞ്ഞു. ഇത്രയുമായതോടെ ശിഖിധ്വജ മനസ്സിൻ്റെ പൂർണ്ണമായ സമസ്ഥിതിയിൽ ചൂടാല തികച്ചും സംതൃപ്തിയായി. തികച്ചും സന്തുഷ്ടയായ അവൾ ഇങ്ങനെ ചിന്തിച്ചു. ആശ്ചര്യം, ഭഗവാൻ തികച്ചും സമനില പ്രാപിച്ചിരിക്കുന്നു. ഭോഗാശയൊന്നും അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നില്ല.
സ്വർഗസമ്പത്തിൽ മനസ്സ് ചഞ്ചലമാകുന്നില്ല. ഇനി സ്വന്തം കഥകളെല്ലാം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാം. ബദരികാരൂപം വെടിഞ്ഞ് ചൂടാലയായി മുൻപിൽ നിൽക്കാം. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ ചിന്തിച്ച് ചൂടാല ചൂടാലയായി ഭവിച്ചു. പ്രണയപേശലയായ അവരെ രാജാവ് മുൻപിൽ കണ്ടു. പ്രിയതമയെ മുൻപിൽ കണ്ട് രാജാവിൻ്റെ കണ്ണുകൾ വിസ്മയത്താൽ വികസിതങ്ങളായി. ആശ്ചര്യാകുലമായ സ്വരത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഹേ വരാങ്കനെ, നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? ഇവിടെ എന്തിനു വന്നു? എത്ര കാലമായി വന്നിട്ട്? എന്തിനിവിടെ നിൽക്കുന്നു? ദേഹം കൊണ്ടും പെരുമാറ്റം കൊണ്ടും പുഞ്ചിരി കൊണ്ടും അനുനയം കൊണ്ടും മായാവിലാസം കൊണ്ടും നീ എൻ്റെ ചൂടാലയെപ്പോലെ കാണപ്പെടുന്നുണ്ടല്ലോ. ചൂടാല പറഞ്ഞു. പ്രഭോ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ചൂടാല തന്നെ, സംശയമേ വേണ്ട. സ്വതേയുള്ള അകൃത്രിമമായ ദേഹവുമായി അങ്ങയുടെ പ്രിയതമ ഇതാ നിൽക്കുന്നു. കുംഭാദി കൃത്രിമ ദേഹങ്ങൾ അംഗീകരിച്ചതൊക്കെ അങ്ങയെ ഉദ്ബുദ്ധനാക്കാൻ വേണ്ടി. അങ്ങനെ അനേക പ്രപഞ്ചനങ്ങൾ ഇവിടെ നടന്നു. ഇന്ന് അങ്ങ് അറിയേണ്ടത് അറിഞ്ഞവനായി. ധ്യാനം കൊണ്ട് സംശയരഹിതമായി എല്ലാം അങ്ങേക്കറിയാൻ കഴിയും. മനസ്സ് ധ്യാനനിഷ്ഠമാക്കി എല്ലാം കണ്ടറിയൂ. വസിഷ്ഠൻ പറഞ്ഞു. ചൂടാല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് നിശ്ചയബുദ്ധിയോടെ ധ്യാനനിഷ്ഠനായി. തൻ്റെ കഴിഞ്ഞ കഥ മുഴുവൻ അദ്ദേഹത്തിന് നേരിൽ ബോധ്യമായി. രാജ്യപരിത്യാഗം മുതൽ ചൂടാല ദർശനം വരെ എല്ലാം വ്യക്തമായി കണ്ടറിഞ്ഞ ശേഷം രാജാവ് സമാധിയിൽ നിന്നുണർന്നു. സമാധി വിട്ടുണർന്ന അദ്ദേഹം രോമാഞ്ചമണിഞ്ഞ 2 കൈകളും മുൻപോട്ട് നീട്ടി തൻ്റെ പ്രിയതമയെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഇടതെങ്ങിയ ആനന്ദം അനുഭവിച്ച് അല്പനേരം മൗനമായി നിന്ന ശേഷം കാന്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പ്രിയേ, ദുസ്തരമായ ഈ സംസാര സമുദ്രത്തിൽ നിന്നും എന്നെ കരയ്ക്കടുപ്പിക്കാൻ നീ പ്രയോഗിച്ച തന്ത്രങ്ങൾ എന്തിനോടാണ് ഉപമിക്കപ്പെടുക? അനാദിയും അഗാധവും അനന്തവിഷമകരവുമായ മോഹത്തിൽ നിന്ന് പോലും കുലാംഗനകൾ ഭർത്താവിനെ സമുദ്ധരിക്കുന്നു. സംസാരത്തിൻ്റെ മറുകരയിലെത്തി യാതൊരു ഇച്ഛയുമില്ലാതെ പരിലസിക്കുന്ന നിന്നോട് ഈ ഉപകാരത്തിന് എങ്ങനെയാണ് പ്രത്യുപകാരം നിർവഹിക്കേണ്ടത്? ചൂടാല പറഞ്ഞു. ദേവ, ശുഷ്കമായ ക്രിയാപരമ്പരയിൽപ്പെട്ട് നട്ടം തിരിയുന്ന അങ്ങയെ കണ്ട് വീണ്ടും വീണ്ടും ഞാൻ അത്യധികം ദുഃഖിതയായിത്തീർന്നു. അതുകൊണ്ട് അങ്ങയെ പ്രബുദ്ധനാക്കിയതിൽ കൂടി ഞാനൊരു വലിയ സ്വാർത്ഥമാണ് നേടിയെടുത്തത്. ഇക്കാര്യത്തിൽ ഞാൻ ലേശം പോലും സ്വയം ഗൗരവം ഉൾക്കൊള്ളുന്നില്ല. നിസ്സാരങ്ങളായ ആ തൃഷ്ണാചേഷ്ടകൾ, തെറ്റായ ആ സങ്കല്പജാലങ്ങൾ, അവയൊന്നും ആകാശത്തിൽ പർവ്വതങ്ങളെന്ന പോലെ ഇന്ന് അങ്ങയിൽ കാണപ്പെടുന്നില്ല. ശിഖിധ്വജൻ പറഞ്ഞു. ഇന്നു ഞാൻ ആശകൾ ഒഴിഞ്ഞവനാണ്, നിരാശനാണ്, ആകാശം പോലെ നിർമ്മലനാണ്, ഒന്നിലും ഒരു കൗതുകവും ഇല്ലാത്തവനാണ്, അഹംഭാവം ശമിച്ചവനാണ്. താമസിച്ചാണെങ്കിലും ഇന്നു ഞാനാണ്. മറ്റൊന്നുമില്ലാത്ത ശുദ്ധബോധ സ്വരൂപനാണ് ഞാൻ. ഇന്നു ഞാൻ തികച്ചും സ്വസ്ഥനാണ്. ഞാൻ തുഷ്ടനല്ല, ഖിന്നനുമല്ല. ഞാൻ ഇതല്ല, അതുമല്ല. തേജോബിംബത്തിൽ നിന്നും പുറപ്പെട്ടതും ചുവരിൽ പതിഞ്ഞു കാണപ്പെടുന്നതുമായ ക്ഷയമോ അഭിവൃദ്ധിയോ ഇല്ലാത്ത പ്രകാശത്തിന് തുല്യമാണ് എൻ്റെ സ്ഥിതി. എന്തുണ്ടോ അതാണ് ഞാൻ. അത് പറഞ്ഞറിയിക്കാൻ പ്രയാസം. കല്ലോലം പോലെ കളിയാടുന്ന കടക്കണ്ണുകളുള്ള പ്രിയതമേ, നീയാണ് എൻ്റെ ഗുരു. നിനക്ക് നമസ്കാരം. പ്രിയതമയുടെ കാരുണ്യം കൊണ്ട് ഞാൻ സംസാര സമുദ്രം തരണം ചെയ്തിരിക്കുന്നു. ആകാശം പോലെ ഞാൻ ഇന്ന് സർവ്വവ്യാപിയും സർവത്തെയും കടന്നു നിൽക്കുന്നവനുമാണ്. ചൂടാല പറഞ്ഞു. അതിരിക്കട്ടെ, മഹാധീരനും പ്രാണപ്രിയനുമായ അങ്ങേക്ക് എന്താണിപ്പോൾ പ്രിയമായിട്ടുള്ളത്? എങ്ങനെ കഴിയാനാണ് ഇഷ്ടം? ബുദ്ധിമാനായ അങ്ങ് അരുളി ചെയ്താലും. ശിഖിധ്വജൻ പറഞ്ഞു. എനിക്ക് തള്ളിക്കളയാനൊന്നുമില്ല, ആഗ്രഹിക്കാനും ഒന്നുമില്ല. സുന്ദരി, നീ എന്തു ചെയ്യുന്നുവോ അത് ഞാൻ അനുസരിക്കുന്നു. നിനക്കെന്താണോ തോന്നുന്നത് അത് ചെയ്തോളൂ. ഒരു രത്നത്തെ അതിൻ്റെ പ്രതിച്ഛായ എന്ന പോലെ ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ ഒന്നിനെയും അഭിനന്ദിക്കുന്നില്ല, ഒന്നിനെയും അഭിനിന്ദിക്കുന്നുമില്ല. എന്താണോ ഇച്ഛ അത് ചെയ്തോളൂ. ചൂടാല പറഞ്ഞു. മഹാരാജാവേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്തെന്ന് കേട്ടാലും. അല്ലയോ ജീവൻ മുക്ത, കേട്ടതനുസരിച്ച് വേണ്ടത് ചെയ്താലും. സർവത്ര സമഭാവം നമുക്കുറപ്പായി. മൗർഖ്യവും ഭയവും നമ്മെ വിട്ടുമാറി. ആകാശം പോലെ ആശകളൊന്നുമില്ലാതെ നാം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഹേ പുരുഷോത്തമ, അജ്ഞാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് ആദ്യന്ത മധ്യങ്ങളിൽ ശുദ്ധബോധസ്വരൂപികളായി തന്നെ നിന്നുകൊണ്ട് നാം വീണ്ടും രാജ്യഭാരം തുടരും. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞ് നാം ദേഹം ഉപേക്ഷിക്കും. സ്വന്തം രാജ്യത്തിൽ തന്നെ അങ്ങ് രാജാവായി സിംഹാസനാരോഹണം നടത്തണം. അങ്ങയുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്ന് ഞാൻ പട്ടമഹിഷിയായി വിരാജിക്കും. ഇത് സുഖം, ഇത് ദുഃഖം എന്ന ദ്വന്ദ്വഭാവം ഉപേക്ഷിച്ച് പൂർണ്ണ സമസ്ഥിതിയിൽ ശാന്തനായി ഏഷണകളൊക്കെ വെടിഞ്ഞ് രാജാവായി വാഴൂ. ശിഖിധ്വജൻ പറഞ്ഞു. സുന്ദരി, സമബുദ്ധിയോടുകൂടി നീ പറഞ്ഞത് അത്യന്തം യുക്തം. രാജ്യം സ്വീകരിച്ചാലെന്ത്, ഉപേക്ഷിച്ചാലെന്ത്, വിശേഷിച്ചൊന്നും വരാനില്ല. സുഖദുഃഖ ചിന്തകളൊക്കെ വിട്ട് മാത്സര്യം ഒഴിവാക്കി നിർമ്മല ചിത്തത്തോടെ നമ്മൾ രണ്ടുപേരും എങ്ങനെ നിൽക്കുന്നുവോ അങ്ങനെ തന്നെ നിൽക്കും.
വസിഷ്ഠൻ പറഞ്ഞു. തുടർന്ന് ചൂടാല എഴുന്നേറ്റ് 7 സമുദ്രങ്ങളിൽ നിന്നുമുള്ള ജലം നിറച്ച മനോഹരമായ രത്നകുംഭം സങ്കല്പം കൊണ്ട് മുൻപിൽ വരുത്തി. ശിഖിധ്വജൻ കിഴക്കോട്ട് അഭിമുഖമായി ഇരിപ്പുറച്ചു. മംഗളകുംഭത്തിൽ നിറഞ്ഞിരുന്ന ജലം കൊണ്ട് ഏകാന്തത്തിൽ പ്രിയതമയായ ചൂടാല ഭർത്താവിനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. തുടർന്ന് സിംഹാസനത്തിൽ പിടിച്ചിരുത്തി രാജാവ് ചൂടാലയെ പട്ടമഹിഷിയായും അഭിഷേകം ചെയ്തു. എന്നിട്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞു. പ്രിയേ, സകല സാമഗ്രികളോടും കൂടി ഒരു മഹാസൈന്യത്തെ സങ്കല്പം കൊണ്ട് തയ്യാറാക്കി നിർത്തൂ. വസിഷ്ഠൻ പറഞ്ഞു. പ്രിയതമ വാക്യം ശ്രവിച്ച സുന്ദരിയായ ചൂടാല കാട് മുഴുവൻ നിറഞ്ഞു കവിയുന്ന വലിയൊരു സൈന്യത്തെ സങ്കല്പിച്ചുണ്ടാക്കി നിർത്തി. അവിടെ രാജ്യോചിതമായി അലങ്കരിച്ചു നിർത്തിയതും സാമന്തന്മാരാൽ പരിരക്ഷിതവുമായ ഒരു മതയാനയുടെ പുറത്ത് രാജാവും മഹിഷിയും ആരൂഢരായി. അനന്തരം ശിഖിധ്വജ രാജാവ് പ്രിയപ്പെട്ട മഹിഷിയുമൊത്ത് ഒരുമിച്ച് വലിയൊരു കാലാൾപ്പടയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. മഹേന്ദ്രശൈലത്തിൽ നിന്നും സ്വന്തം രാജധാനിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കുറച്ചു സമയം കൊണ്ട് തന്നെ സ്വർഗസമാനമായ സ്വപുരിയിലെത്തി. അദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ച് സാമന്ത രാജാക്കന്മാർ കാത്തു നിൽക്കുകയായിരുന്നു. അവരാദരവോടുകൂടി രാജാവിനെ എതിരേറ്റു. ജയ ജയ ഘോഷം മുഴക്കി അദ്ദേഹത്തെ ഉത്സാഹത്തോടെ സ്വാഗതം ചെയ്തു. പലതരം വാദ്യഘോഷങ്ങൾ ഏകശബ്ദത്തിൽ മുഴങ്ങി. എതിരേറ്റു നിന്ന സാമന്തന്മാരോടും ചുറ്റുനിന്ന സൈന്യബലത്തോടുമൊപ്പം അദ്ദേഹം നഗരിയിൽ പ്രവേശിച്ചു. 10,000 വർഷം അവരിങ്ങനെ രാജ്യം ഭരിച്ചു. ഒടുവിൽ 2 പേരും ദേഹയാത്ര അവസാനിപ്പിച്ചു. എണ്ണവറ്റിയ ദീപം പോലെ അവർ ദേഹം വെടിഞ്ഞ് നിർവ്വാണം പൂകി. അവർക്ക് ജനന മരണ ചക്രഭ്രമം അങ്ങനെ അവസാനിച്ചു. മഹാരാജ പദവിയിൽ വിരാജിച്ചുകൊണ്ട് ശിഖിധ്വജൻ ന്യായമായ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു. ദീർഘകാലം അങ്ങനെ അമൃതവും അനന്തവുമായ അനുഭവദശയിൽ കഴിഞ്ഞുകൂടിയിട്ട് എല്ലാം വെടിഞ്ഞ് ബോധസ്വരൂപം പ്രാപിച്ചു. ശിഖിധ്വജൻ വന്നുചേരുന്ന കാര്യങ്ങൾ സമബുദ്ധിയോടെ നിർവഹിച്ചു. ശോകം വെടിഞ്ഞ് ഭോഗമോക്ഷസുഖമെല്ലാം സമമായി കണ്ട് ജീവിതം നയിച്ചു. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ശിഖിധ്വജോപാഖ്യാനം നാമ നവമഹാസർഗ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. അടുത്തത് 10ാം സർഗം കചോപാഖ്യാനം.